വിഭാഗത്തിലെ ചാമ്പ്യൻ ഒരാള് ആവേശകരമായ COC മത്സരത്തിന്റെ ആദ്യ ബൗദ്ധിക നമുക്ക് മുന്നിൽ പഞ്ചഗുസ്തിയുടെ കരുത്താർജിച്ച് നമുക്ക് മുന്നിൽ ആടിത്തിമർക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഏറ്റവും ശക്തിയായ പുരുഷനെ തീരുമാനിക്കുന്ന ചാമ്പ്യനെ തീരുമാനിക്കുന്ന ആവേശകരമായ മത്സരത്തിനിടയിൽ 55 കിലോ വിഭാഗം നമുക്ക് നോക്കാം. 110 പ്ലസ് വിഭാഗത്തിൽ നിന്നും ആദർശ്, 110 കിലോ വിഭാഗത്തിൽ നിന്നും ദിൽഷാദ് മുമ്പ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയിരിക്കുന്ന വ്യക്തി കൂടിയാണ് ദിൽഷാദ്. നമുക്ക് നോക്കാം ആര് വിജയിക്കുമെന്ന്. ദിൽഷാദ്, ആദർശ്. ആവേശകരമായ COC മത്സരമിത പോരാളികളുടെ പോരാട്ടം. പഞ്ചഗുസ്തിയുടെ വശ്യ സൗന്ദര്യം തീർത്ത് കായിക കരുത്തിന്റെ കൈക്കരുത്തിന്റെ ദിൽഷാദ് ആൻഡ് ആദർശ്. നമുക്ക് നോക്കാം ആര് വിജയിക്കുമെന്ന്. ഉജ്ജ്വലമായ ഒരു മത്സരമായിരിക്കും തീർച്ചയായും. ആദർശ് കോർട്ടിന്റെ ഇടതുഭാഗത്ത്, ദിൽഷാദ് ഇപ്പോൾ ടേബിളിന്റെ വലതുഭാഗത്ത്. നീലയും കറുപ്പും ജേഴ്സിമണിഞ്ഞ പാലക്കാടിന്റെ ദിൽഷാദ് വലതുഭാഗത്ത്, എറണാകുളത്തിന്റെ ദിൽഷാദ് വലതുഭാഗത്ത്, ഇടതുഭാഗത്ത് ആദർശ്. ആവേശകരമായ സെക്കൻഡ് 85 കിലോ വിഭാഗത്തിലെ ഷാമിൽ റോഷൻ, കോഴിക്കോടിന്റെ ഷാമിൽ റോഷൻ, തൃശൂർ ജില്ലയുടെ 100 വിഭാഗത്തിൽ നിന്നും വിജയിച്ചു വന്ന മുൻ ദേശീയ ചാമ്പ്യൻ കൂടിയായ രാഷ്ട്രപതി മെഡൽ കൂടി ലഭ്യമായ ഷാജു വലതുഭാഗത്ത്. തൃശൂർ ആൻഡ് കോഴിക്കോട് ആൻഡ് തൃശൂർ. ശ്രദ്ധിക്കുക, ടേബിളിന്റെ വലതുഭാഗത്തെ കറുപ്പ് ജേഴ്സി അണിഞ്ഞ് പ്രിയപ്പെട്ട ഷാജു, ഷാമിൽ റോഷൻ മഞ്ഞ കളർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഷാമിൽ റോഷൻ കോഴിക്കോട്. രണ്ടുപേരും നിരവധി പോരാട്ടങ്ങളിൽ രാജ്യത്തിനും സംസ്ഥാനത്തിനും ജില്ലകൾക്കും മാതൃകയായ പോരാളികൾ. എന്തും സംഭവിക്കാം. ഉജ്ജ്വലമായ പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു വക സംശയവുമില്ല. പോരാളികളുടെ പോരാട്ടം, ചാമ്പ്യനെ തീരുമാനിക്കുന്ന പോരാട്ടങ്ങളിലെ മൂന്നാമത്തമോ നമുക്ക് മുന്നിൽ ആടിത്തിമർക്കുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടു പേർക്കും നല്ല കയ്യടി കൊടുക്കുക, പ്രോത്സാഹിപ്പിക്കുക. പോരാളികളുടെ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന് നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കണ്ണും കാതും മനസ്സും ടേബിൾ നമ്പർ 1 റോഷനിലേക്കും ഷാജുവിലേക്കും പായിച്ചുകൊണ്ട് ഇതാ മത്സരം ആരംഭിക്കാൻ വിസിലിനോളം മുഴങ്ങുന്നു. ആവേശകരമായ മത്സരത്തിൽ അറുപത് കിലോ വിഭാഗത്തിൽ നിന്നും വിജയിച്ചു വന്ന യാസിർ, സ്റ്റീവ് തോമസ് 75 കിലോ വിഭാഗത്തിന്റെ ചാമ്പ്യൻ, വയനാടിന്റെ ചാമ്പ്യൻ സ്റ്റീവ് തോമസ്, കോഴിക്കോട്. ആവേശകരമായ മത്സരത്തിലൂടെ ശിവജീത് ഇടുക്കിയും തൃശൂരും മേക്കുമേൽ ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. പോരാളികളുടെ പോരാട്ടം ഉജ്ജ്വലമായ മത്സരമായി തീരട്ടെ. ഈ മത്സരം പോരാളികളുടെ പോരാട്ടം, പഞ്ചഗുസ്തിയുടെ കൈക്കരുത്തിന്റെ വശ്യ സൗന്ദര്യനില ടേബിൾ നമ്പർ 1 COC പോരാട്ടത്തിൽ നമുക്ക് മുന്നിൽ ആടിത്തിമർക്കുമ്പോൾ ഉജ്ജ്വലമായ മത്സരത്തിനൊടുവിൽ ഇടുക്കിയുടെ എറണാകുളത്തിന്റെ മോനു തോമസ്. രണ്ടുപേരും ഉജ്ജ്വല മത്സരത്തിന് പേർ കേട്ടവർ. പഞ്ചഗുസ്തി എന്നാൽ ഞങ്ങളാണ് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് തങ്ങളുടെ ക്ലാസുകളിൽ ആധിപത്യം തീർക്കുന്നവർ, ഉജ്ജ്വലമായ പോരാളികൾ. കൊല്ലത്തിന്റെ തേജസ്, എറണാകുളത്തിന്റെ മോനു തോമസ്. ആവേശകരമായ ഈ മത്സരം ഇതാ റഫറി
തീരുമാനിച്ചിരിക്കുന്നു. റഫറി തേജസ് ഇപ്പോൾ ടേബിളിന്റെ ഇടതുഭാഗത്ത് കറുപ്പ് ജേഴ്സി അണിഞ്ഞ് അണിനിരക്കുമ്പോൾ എറണാകുളത്തിന്റെ നീല ജേഴ്സി അണിഞ്ഞ് മോനു തോമസ് ടേബിളിന്റെ വലതുവശത്ത് കൈക്കഴുത്ത് പ്രദർശിപ്പിക്കാൻ, റഫറിയുടെ ഗോവിളി കേട്ടാൽ കൈയടിക്കാൻ, ടേബിളിൽ മുട്ടിക്കാൻ, വശ സൗന്ദര്യം തീർക്കാൻ, നൃത്ത ചൂടുകൾ വെക്കാൻ ഇതാ രണ്ടുപേർ. ഒരു ഫൗൾ തേജസ്സിന് ലഭ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. യെസ്, ആവേശകരമായ മത്സരം. യെസ്, മത്സരിക്കുന്നത് കൊല്ലത്തിന്റെ തേജസ്, എറണാകുളത്തിന്റെ മോനു തോമസ്. നമുക്ക് മുന്നിൽ മുൻകാലങ്ങളിൽ കൈക്കരുത്തിന്റെ വശ്യ സൗന്ദര്യം തീർത്തമാണ്. രണ്ടുപേരും നാഷണൽ വിന്നർമാർ. ഒന്ന് നോക്കൂ, ഈ ഗെയിമിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ. യെസ്, ഫസ്റ്റ് ഫൗൾ മോനു തോമസ്. ഇപ്പോൾ രണ്ടുപേർക്കും ഓരോ ഫൗൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. മത്സരം നിയന്ത്രിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ നോഫി, ഒപ്പം ചീഫ് റഫറി സമീർ ബ്യൂട്ടി. യെസ്, നോക്കാം. എറണാകുളത്തിന്റെ ദീക്ഷ, തൃശൂരിന്റെ ഷാജു. യെസ്, നമുക്ക് നോക്കാം ആര് വിജയിക്കുമെന്ന്. മുൻകാലങ്ങളിൽ രണ്ടുപേരും ചാമ്പ്യൻ ഓഫ് ചാമ്പ്യന്മാരായിട്ടുള്ളവരാണ്. കേരളത്തിന്റെ നാഷണൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായിട്ടുള്ളതാണ് ഷാജു. പ്രായം മുന്നേറിയെങ്കിലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഷാജു. ഇതാ ദിൽഷാദ് എറണാകുളം, ഷാജു തൃശൂർ, എറണാകുളത്തിന്റെ ദിൽഷാദ്. യെസ്, നമുക്ക് നോക്കാം ഈ പോരാട്ടം കൽക്കുലത്തെ കാണുക. പ്രിയമുള്ളവരെ, രണ്ട് താരങ്ങൾ നമ്മുടെ നാടിന്റെ പ്രധാനപ്പെട്ട പഞ്ചഗുസ്തിയുടെ താരങ്ങൾ, മുൻകാലങ്ങളിൽ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയവർ. ഇതാ 2024-25 47ാമത് ചാമ്പ്യനാകാൻ കഴിയുമോ എന്ന ഉജ്ജ്വലമായ പ്രയത്നത്തിൽ, പോരാട്ടത്തിൽ രണ്ടുപേർ മാറ്റുരയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആര് വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. പോരാളികളുടേതാണ് പോരാട്ടത്തിൽ തോൽക്കാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ച് രണ്ടുപേർ. യെസ്, മത്സരത്തിന്റെ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ച് ചരിത്രങ്ങളിൽ ഇടം നേടിയവൻ നമ്മുടെ ദിൽഷാദ്, എറണാകുളത്തിന്റെ ദിൽഷാദ്, ഷാജു. എന്റെ പ്രിയമുള്ളവരെ, അവർക്കൊരു സപ്പോർട്ട് കൊടുത്ത്, ഒരു ചെലവുമില്ലാത്ത ഒരു സപ്പോർട്ട്, ഒരു കയ്യടി, ഒരു ആർപ്പുവിളി. ആവേശകരമായ ഈ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ മത്സരത്തിൽ വിജയം വരിച്ചിരിക്കുന്നു രണ്ടുപേരും ഏറ്റുമുട്ടിയാൽ തീ പാറുന്ന പോരാട്ടം നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദർശിക്കാം, കാതുകൾ കൊണ്ട് കേൾക്കാം. രണ്ടുപേർ, സ്റ്റീവ് തോമസ് വയനാട്, ശിവജിത്ത് ഇടുക്കി. യെസ്, ഇവർ തമ്മിൽ രണ്ടുപേരും ഒരു ടേബിളിൽ നേർക്ക് നേർ വന്നാൽ പ്രിയപ്പെട്ടവരെ പിന്നെ പറയണ്ട, ആ പറക്കും. ആര് വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഉജ്ജ്വലമായ പോരാട്ടം. ആവേശകരമായ മത്സരത്തിനൊടുങ്ങി വയനാടിന്റെ സ്റ്റീവ് തോമസ് വിജയിച്ചു. ആര് മുന്നേറുമെന്ന്, ഈ കപ്പും കൊണ്ട് ഞാൻ പോകുകയുള്ളൂ രണ്ടുപേരും പ്രഖ്യാപിക്കുമ്പോൾ, നീ കപ്പൊക്കെ വാങ്ങിക്കാൻ വാ എന്ന് പറഞ്ഞ് മറ്റവൻ പോരാട്ടത്തിന്റെ തിരിതെളിക്കുമ്പോൾ, നമുക്ക് മുന്നിൽ പോരാളികളുടെ പോരാട്ടം, തീപാറുന്ന പോരാട്ടം, ചരിത്രത്തിൽ ഇടം നേടുന്ന പോരാട്ടം. ഇതാ കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തെ ഉളകം കൊള്ളിച്ചുകൊണ്ട് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ഞാൻ തന്നെ വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച് രണ്ട് കായിക താരങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദിൽഷാദ് എറണാകുളം, തേജസ് കൊല്ലം.
നോക്കാം നമുക്ക്. ആര് വിജയിച്ചു എന്ന് നമുക്ക് നോക്കാം. ആവേശകരമായ മത്സരം നിയന്ത്രിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരായ റഫറിമാരാണ്. ഓരോ തെറ്റുകളും പറ്റാത്ത രീതിയിൽ തങ്ങളുടെ പ്രാവീണ്യം തെളിയിച്ചവർ രണ്ടുപേർ. മത്സരം കടുക്കുന്നു. ആര് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം. പോരാളികളുടെ പോരാട്ടത്തിനൊടുവിൽ വിജയം വരിച്ചിരിക്കുന്നു. എറണാകുളത്തിന്റെ മറൈൻ ഡ്രൈവിൽ നിന്നും വരുന്ന പ്രിയപ്പെട്ട എറണാകുളം. ഉജ്ജ്വലമായ പോരാട്ടം, ഉജ്ജ്വലമായ പോരാട്ടം. ആ പോരാട്ടം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നു. 2024-25 ചാമ്പ്യൻ സ്ഥാനം തീരുമാനിക്കുന്ന ഫൈനൽ പോരാട്ടം. ഒരു കൈയടി കൊടുക്ക്. ഇങ്ങനെ നിർവികാരരായി നിൽക്കല്ലേ. അവസാനത്തെ മത്സരം ഈ ഇൻഡോർ സ്റ്റേഡിയത്തില് നിർവികാരരായി ഇരിക്കാതെ ഒരു കയ്യടി കൊടുക്ക് പ്ലീസ്. ഒരു കയ്യടി, ഒന്ന് കയ്യടിക്ക് പ്ലീസ്, ഒന്ന് കയ്യടിക്ക്. ആവേശകരമായ ഈ പോരാട്ടം. സ്റ്റീവ് തോമസ് വയനാട്, ദിൽഷാദ് എറണാകുളം. പോരാളികളാണെന്ന് തീരുമാനിക്കുന്ന, രാജാവാണെന്ന് തീരുമാനിക്കുന്ന, ചാമ്പ്യൻ ആരെന്ന് തീരുമാനിക്കുന്ന പോരാട്ടം. ആ പോരാട്ടം സ്റ്റീവ് തോമസ് ഇപ്പോൾ ടേബിളിന്റെ പ്രധാന വേദിയുടെ ഇടതുഭാഗത്ത് അണിനിരന്നപ്പോൾ ഫൈനൽ ഫൈനൽ ദിൽഷാദ് സ്റ്റീവ്, സ്റ്റീവ് ദിൽഷാദ്, ദിൽഷാദ് സ്റ്റീവ്. പോരാട്ടത്തിന്റെ ഈ പോരാട്ടത്തിൽ എല്ലാവരും ഒരു ആർപ്പ് വിളിച്ച മക്കളെ. പോരാട്ടം നാം ഒഴുകുന്നു. ആരാണ് ചാമ്പ്യൻ? ആരാണ് ചാമ്പ്യൻ? ആരാണ് ചാമ്പ്യൻ? ആരാണ് ചാമ്പ്യൻ? തിരിച്ചു വരുന്നു. അല്പമേധാവിത്വം ഇല്ല. ഇതാ ഫസ്റ്റ് ഫൗൾ ദിൽഷാദ് എറണാകുളത്തിന് ലഭ്യമായിരിക്കുകയാണ്. ഈ മത്സരം എന്തായാലും ഫൗളുകളായി മാറുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് മാച്ച് ആണ്. ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് മാച്ച് മാറ്റുരയ്ക്കുന്നത്, ഫൈനൽ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് ഇടതുഭാഗത്ത് സ്റ്റീവ് തോമസ് വയനാട്, വലതുഭാഗത്ത് എറണാകുളത്തിന്റെ ദിൽഷാദ്. രണ്ടുപേരും പഞ്ചഗുസ്തിയെ ആവോളം സ്നേഹിച്ച്, പഞ്ചഗുസ്തിയെ തന്റെ ജീവിതത്തിൽ സംഗമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ടുപേർ. പ്രിയപ്പെട്ടവരെ, കൈയടിച്ച് സ്വീകരിക്കുക ഈ മത്സരത്തെ. ദിൽഷാദ് സ്റ്റീവ് തോമസ്, ദിൽഷാദ് സ്റ്റീവ് തോമസ്. ഇപ്പോൾ നിമിഷാർത്ഥം കൊണ്ട് നമുക്ക് ചാമ്പ്യനെ തീരുമാനിക്കാം. ഉജ്ജ്വലന